വാർത്തകളിലേക്ക് വിശദമായി. വിമാന സർവീസുകൾ വെട്ടിക്കുറച്ച് ഇൻഡിഗോ. 10% സർവീസ് കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഇതോടെ നടപ്പിലായി. ബംഗളൂരുവിൽ നിന്നുള്ള സർവീസുകളാണ് ഏറ്റവും കുറച്ചത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറക്കുമായിരുന്നത് ഇൻഡിഗോ വിമാനമാണ്. പിന്നീട് വലിയ പ്രതിസന്ധി നേരിട്ടു. ഇപ്പോൾ 10% സർവീസുകൾ വെട്ടിക്കുറയ്ക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. കൃഷ്ണരാജ്, ഇന്ത്യയിൽ 63% ഇൻഡിഗോയുടെ കുത്തകയായിരുന്നു ഈ ആഭ്യന്തര സർവീസ് എന്ന് പറയുന്നത്. കേന്ദ്രം ഒരു ചട്ടം കൊണ്ടുവന്നു. അതായത് യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്ത് കൂടുതൽ വിശ്രമ സമയം ഈ പൈലറ്റുമാർക്ക് അനുവദിക്കണമെന്നും അതിനൊരു കാലാവധിയും നിശ്ചയിച്ചു. പക്ഷേ ഈ 63% കുത്തക കയ്യിലുള്ള ഒരുപക്ഷെ ഒരു അഹംഭാവം എന്ന് തന്നെ വേണമെങ്കിൽ ഇൻഡിഗോയെ പറയാം. അവർ അത് കൃത്യമായി പാലിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, യാത്രക്കാരെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത്. ഈ വ്യോമയാന മേഖലയുടെ കുത്തക, ആഭ്യന്തര സർവീസിൻ്റെ കുത്തക ഞങ്ങളുടെ കയ്യിലാണെന്നും ഞങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കും എന്നുള്ള ഭാവമായിരുന്നു ഈ ഇൻഡിഗോ അന്ന് യാത്രക്കാരോടും ഈ കേന്ദ്ര സർക്കാരിനോടും കാണിച്ചത്. ആ ഇൻഡിഗോയ്ക്കിതാ കേന്ദ്രത്തിൻ്റെ വക ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. 10% സർവീസുകൾ ഇൻഡിഗോയുടേത് വെട്ടിക്കുറച്ചിരിക്കുന്നു. അത് ബംഗളൂരുവിൽ നിന്നുള്ള സർവീസുകളാണ് ഏറ്റവും അധികം വെട്ടിക്കുറച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഇൻഡിഗോ പോലെയുള്ള അന്താരാഷ്ട്ര ഭീമന്മാരുടെ കുത്തക അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പുതിയ 3 സർവീസുകൾക്ക് കൂടി, ആഭ്യന്തര സർവീസുകൾക്ക് കൂടി കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. 3 വിമാന കമ്പനികളെ കൂടി, സർവീസല്ല വിമാന കമ്പനികളെ കൂടി ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ കോഴിക്കോട് സ്വദേശിയായ വ്യക്തിക്കടക്കം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള അൽ ഹിന്ദ് എന്നതുൾപ്പെടെ 3 എണ്ണമാണ് പുതുതായി വരാൻ പോകുന്നത്. അങ്ങനെ വ്യോമയാന മേഖലയിൽ സമഗ്രമായ പരിഷ്കരണം കേന്ദ്രം ലക്ഷ്യമിടുന്നു. ഇൻഡിഗോ പോലെയുള്ള ഭീമന്മാരെയും നിലയ്ക്ക് നിർത്താൻ പുതിയ ഇന്ത്യക്ക് അറിയാം. ഇൻഡിഗോ വിമാന സർവീസുകൾ 10% വെട്ടിക്കുറയ്ക്കുകയാണ്. ഒരു സമയത്ത് ആഭ്യന്തര സർവീസുകളിൽ കുത്തകയായിരുന്ന ഇൻഡിഗോയ്ക്ക് കേന്ദ്ര നിർദ്ദേശം പാലിക്കേണ്ടി വരുന്നു. വലിയ പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ തന്നെ ഇൻഡിഗോ നേരിട്ട് വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്.